പ്രതിപക്ഷം സഭയിൽ ഇല്ലാത്ത സാഹചര്യം മുതലെടുത്ത് രാജ്യത്തെ സാധാരണക്കാരെയും സുരക്ഷാ സംവിധാനങ്ങളെയും ബാധിക്കുന്ന നിർണായകമായ പല നിയമങ്ങളും ഏകപക്ഷീയമായി പാസാക്കിയെടുക്കുന്ന രീതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ജനാധിപത്യപരമായ ചർച്ചകൾക്കോ വിയോജിപ്പുകൾക്കോ ഇടം നൽകാതെ ഭരണഘടനാപരമായ മൂല്യങ്ങളെ പോലും അപ്രസക്തമാക്കുന്ന ഇത്തരം നീക്കങ്ങൾ വലിയ ആശങ്കയാണ് രാജ്യത്ത് സൃഷ്ടിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിവാദമായ ശാന്തി ബിൽ 2025ഉം സാധാരണക്കാരന്റെ അത്താണിയായ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റിയ നടപടിയും. രാജ്യത്തിന്റെ ആണവോർജ്ജ മേഖലയുടെ ഗതിമാറ്റുന്ന സസ്റ്റൈനബിൾ ഹാർനൈസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അഥവാ ശാന്തി ബിൽ പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ പാർലമെന്റ് പാസാക്കിയിരിക്കുകയാണ്. 2047ഓടെ രാജ്യത്തെ ആണവോർജ്ജ ഉൽപാദനം നിലവിലുള്ള 8 ജിഗാവാട്ടിൽ നിന്ന് 100 ജിഗാവാട്ടിലേക്ക് ഉയർത്തുക എന്ന വലിയ ലക്ഷ്യമാണ് സർക്കാർ ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ ജനങ്ങളെയും സുരക്ഷാ വിദഗ്ധരെയും ഒരുപോലെ ഭീതിയിലാക്കുന്നു. രാജ്യത്തെ ആണവോർജ്ജ മേഖലയെ ഇതുവരെ നിയന്ത്രിച്ചിരുന്ന 1962 അറ്റോമിക് എനർജി ആക്ടും 2010 സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ടും പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ടാണ് ഈ പുതിയ നിയമം വരുന്നത്. ഈ ബില്ലിലെ ഏറ്റവും വലിയ അപകടമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആണവ നിലയങ്ങളുടെ നടത്തിപ്പിൽ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന അനിയന്ത്രിതമായ അനുമതിയാണ്. ഇതുവരെ ഇന്ത്യയിലെ ആണവ നിലയങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം സർക്കാർ ഉടമസ്ഥതയിലുള്ള NPCILന് മാത്രമായിരുന്നു. എന്നാൽ പുതിയ ബില്ലിലൂടെ സ്വകാര്യ കമ്പനികൾക്കും ജോയിന്റ് വെഞ്ചറുകൾക്കും ആണവ നിലയങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ലൈസൻസ് സ്വന്തമാക്കാൻ സാധിക്കും. ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികൾ ആണവ നിലയങ്ങൾ പോലുള്ള അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലകൾ കൈകാര്യം ചെയ്യുന്നത് വൻ അപകടങ്ങൾക്കും സുരക്ഷാ വീഴ്ചകൾക്കും കാരണമായേക്കാം എന്നതാണ് പ്രധാന വിമർശനം. ലാഭം കൂട്ടാനായി സുരക്ഷാ ചെലവുകളിൽ കുറവ് വരുത്താൻ സ്വകാര്യ കമ്പനികൾ മുതിർന്നേക്കാം എന്ന ഭീതി രാജ്യത്തുണ്ട്. ഇതിനൊപ്പമാണ് വിദേശ കമ്പനികൾക്ക് 49% വരെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് ഇതിൽ അവസരം നൽകിയിരിക്കുന്നത്. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ഈ മേഖല വിദേശ താൽപര്യങ്ങൾക്ക് കൂടി തുറന്നിടുന്നത് സുരക്ഷാപരമായ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മറ്റൊരു ഗുരുതരമായ പോരായ്മ ഒരു ആണവ ദുരന്തം ഉണ്ടായാൽ അതിന് ഉത്തരവാദികളായ ഉപകരണ വിതരണക്കാരുടെ ബാധ്യത പുതിയ നിയമത്തിലൂടെ പൂർണ്ണമായും ഒഴിവാക്കി എന്നതാണ്. 2010 നിയമപ്രകാരം മോശം ഉപകരണങ്ങൾ മൂലമാണ് അപകടം സംഭവിക്കുന്നതെങ്കിൽ ആ ഉപകരണങ്ങൾ നൽകിയ കമ്പനികളും നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിരുന്നു. എന്നാൽ പുതിയ ബില്ലിൽ നിന്ന് ഈ വ്യവസ്ഥ നീക്കം ചെയ്തിരിക്കുന്നു. ഇതോടെ അപകടമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകേണ്ട ഉത്തരവാദിത്തം കേവലം ഓപ്പറേറ്ററിൽ മാത്രം ഒതുങ്ങും. ഓപ്പറേറ്റർ നൽകേണ്ട പരമാവധി നഷ്ടപരിഹാര തുക 3900 കോടി രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുകളിലുള്ള തുക കേന്ദ്ര സർക്കാർ നൽകണം. അതായത് ലാഭം കമ്പനികൾ കൊണ്ടുപോകും. എന്നാൽ അപകടമുണ്ടായാൽ അതിന്റെ ഭാരം നികുതി പണത്തിലൂടെ സാധാരണക്കാരായ ജനങ്ങൾ ചുമക്കേണ്ടി വരും. ഫുക്കുഷിമ പോലുള്ള വൻ ദുരന്തങ്ങളുടെ ശുചീകരണത്തിന് തന്നെ ശതകോടിക്കണക്കിന് ഡോളർ ചിലവായ ചരിത്രമുള്ളപ്പോൾ ഇന്ത്യ നിശ്ചയിച്ചിരിക്കുന്ന ഈ 3900 കോടി രൂപ എന്ന നഷ്ടപരിഹാര തുക തീർത്തും അപര്യാപ്തമാണെന്ന് ശശി തരൂർ MP ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ആണവ ദുരന്തത്തിന് ഇരയാകുന്നവർക്ക് സിവിൽ കോടതികളെ സമീപിക്കാനുള്ള അവകാശം പോലും ഈ ബില്ലിലൂടെ ഇല്ലാതാക്കിയെന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. പരാതികൾ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ബോർഡിലോ ട്രൈബ്യൂണലിലോ മാത്രമേ നൽകാൻ സാധിക്കൂ. ഇത് സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നതിന് വലിയ തടസ്സമാകും. ആണവ മേഖലയിലെ ഈ സ്വകാര്യവൽക്കരണത്തിനൊപ്പമാണ് ഗ്രാമീണ മേഖലയുടെ കരുത്തായ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലും സർക്കാർ സമാനമായ നീക്കം നടത്തുന്നത്. മഹാത്മാഗാന്ധി എന്ന പേര് പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്യുകയും പദ്ധതിയുടെ ഘടന തന്നെ അടിമുടി മാറ്റുകയും ചെയ്തിരിക്കുന്നു. 100 ദിവസത്തെ തൊഴിലുറപ്പ് നൽകിയിരുന്ന പദ്ധതിയിൽ നിന്ന് ആ ഉറപ്പ് എടുത്തു മാറ്റുകയും അത് നൈപുണ്യ വികസനവുമായും സ്വകാര്യ സംരംഭങ്ങളുമായും ബന്ധിപ്പിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത്. പാവപ്പെട്ടവന്റെ അവസാനത്തെ ആശ്രയമായ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകൾക്ക് കുറഞ്ഞ ചെലവിൽ തൊഴിലാളികളെ ലഭ്യമാക്കാനുള്ള ഗൂഢനീക്കമാണിതെന്ന് ആക്ഷേപമുയരുന്നുണ്ട്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട പാർലമെന്റിൽ പ്രതിപക്ഷമില്ലാത്ത സാഹചര്യം ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ജനാധിപത്യത്തിന് കളങ്കമാണ്. ആണവോർജ്ജത്തെ ക്ലീൻ എനർജി എന്ന് വിളിച്ച് സർക്കാർ പ്രശംസിക്കുമ്പോഴും അതിന്റെ പിന്നിലെ മാരകമായ അപകടങ്ങളെക്കുറിച്ച് ജനങ്ങളോട് സത്യസന്ധമായി സംസാരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ ആയിരക്കണക്കിന് വർഷം അപകടകാരിയായി നിലനിൽക്കുമെന്നും ആണവ പ്രസരണം മൂലമുണ്ടാകുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും പ്രകടമാവുകയെന്നും നാം തിരിച്ചറിയണം. വികസനത്തിന്റെ പേരിൽ സുരക്ഷയേക്കാൾ ലാഭത്തിനും വിദേശ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ശാന്തി ബില്ലിലെ വ്യവസ്ഥകളും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന നീക്കങ്ങളും വലിയൊരു വിഭാഗം ജനങ്ങളെ ദുരിതത്തിലേക്കും അനീതിയിലേക്കും തള്ളിവിടും. ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും സുരക്ഷയും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന പോരാട്ടം കൂടുതൽ ശക്തമാകേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത്.